NMC രജിസ്ട്രേഷൻ വിത്തൗട്ട് IELTS വിത്തൗട്ട് OET UK-യിൽ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്, എങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതിൽ എലിജിബിലിറ്റി വരുന്നത് ആദ്യം അറിയണം. എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലാതെ, പക്ഷെ നിങ്ങൾ നഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്, ഓവർ 12 months പീരീഡിനുള്ളിൽ നിങ്ങളുടെ എംപ്ലോയർ അത് ബാൻഡ് 6 ഓർ ഈക്വലൻറ്റ്, ബാൻഡ് 8 ഓർ ഈക്വലൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ NHS-ലാണല്ലോ നമുക്ക് സാധാരണ ബാൻഡുകളുള്ളത്. കെയർ ഹോം സെക്ടറിലേക്ക് വരുമ്പോൾ, നഴ്സിംഗ് ഹോം സെക്ടറിലേക്ക് വരുമ്പോൾ അവരുടെ സാലറി സ്കെയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാൻഡുകൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുവാണ്, നിങ്ങളുടെ എംപ്ലോയർ പറയുകയാണ്, ഹി ഓർ ഷീ ഈസ് കോമ്പിറ്റൻറ്റ് ഇൻ ഇംഗ്ലീഷ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിനെ വെയ്വ് ചെയ്ത്, നിങ്ങളുടെ IELTS അല്ലെങ്കിൽ OET-നെ വെയ്വ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു റെഫറൻസ് അവർ തരും. എങ്ങനെയാണ് റെഫറൻസ് തരുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റെഫറൻസിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾക്ക് NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് OET-യുടെയും ആവശ്യമില്ല. അത് റെസിഡൻഷ്യൽ ഹോമിലുള്ളവർക്കാണെങ്കിലും ഈ പറയുന്ന നഴ്സിംഗ് ഹോമിലുള്ളവർക്കാണെങ്കിലും. ഇതിന് ശേഷം ബൈ ദ ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ പ്രിഫറൻസ് വരുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമാകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ ബാൻഡ് 6 ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ നിങ്ങളെ 12 മാസവും സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിക്ക് ഈ പറയുന്ന പോലെ സ്പീക്കിങ്ങിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ലിസൺ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതായത് 4 സ്കില്ലാണല്ലോ നമുക്ക് OET-ൽ സാധാരണയുള്ളത്: റൈറ്റിങ്ങും, റീഡിങ്ങും, ലിസണിങ്ങും, സ്പീക്കിങ്ങും. അതിനകത്ത് നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെയും നിങ്ങളുടെ റീഡിങ്ങിൻ്റെയും സ്കില്ല് നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള MOI സർട്ടിഫിക്കറ്റ്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷിലാണ്, ട്രാൻസ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അത് ഒരു പരിധി വരെ ഓക്കെയാണ്. ബാക്കി 2 സ്കിൽസ്, അതായത് നിങ്ങളുടെ ലിസണിങ് സ്കിൽസും നിങ്ങളുടെ സ്പീക്കിംഗ് സ്കിൽസും അത് നിങ്ങളുടെ എംപ്ലോയർ ഓക്കെ ആണ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് ഈ OET IELTS ഇല്ലാതെ നിങ്ങളുടെ എംപ്ലോയർ റെഫറൻസ് തരിക എന്നതിന് പറയുന്നത്. 2 സ്കിൽസാണ് ആക്ച്വലി അവർ കൗണ്ടർ സൈൻ ചെയ്യുന്നത് കേട്ടോ. സോ ഈ പറഞ്ഞ പോലെ ബാൻഡ് 6 പറയുവാണ്, ഞാൻ ഈ കുട്ടിയെ അസസ് ചെയ്താണ്, ഈ കുട്ടി എൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്തത്, നല്ലൊരു നഴ്സാണ്, ഈ കുട്ടിക്ക് ലിസണിങ് സ്കില്ലും ഉണ്ട്, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പേഷ്യൻസുമായിട്ട്. അത് അവർക്കൊരു ഇമെയിൽ വരും, ഒരു ചെക്ക് ലിസ്റ്റാണ്, അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കും. അത്രയേ ഉള്ളൂ റെഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഞാനൊക്കെ സൈൻ ഓഫ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇത് സിഫ് പാത്വേ അല്ലെങ്കിൽ സൈഫി പാത്വേയിലെ ഒരാൾ ബാൻഡ് 6 സൈൻ ഓഫ് ചെയ്യും. ഞാൻ സൈൻ ഓഫ് ചെയ്ത കാര്യത്തിനെ എൻ്റെ ബാൻഡ് 8 എന്ത് ചെയ്യണം പറയുവാണ്, എൻ്റെ ബാൻഡ് 6 പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് സെക്കൻഡ് നിങ്ങളുടെ നഴ്സിംഗ് ഹോമിൻ്റെ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ ബാൻഡ് 8-ൻ്റെ സാലറി മേടിക്കുന്ന നിങ്ങളുടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള നിങ്ങളുടെ നഴ്സിംഗ് ഹോമിൻ്റെ ആരാണോ അവർ, അതിപ്പോൾ മേട്രനോ അല്ലെങ്കിൽ ഹോമിൻ്റെ മാനേജറോ ഹൂവർ ഇറ്റ് ഈസ്, ബാൻഡ് 6 ഓർ ഇക്വലൻറ്റ്, അതുപോലെ തന്നെ ബാൻഡ് 8 ഓർ ഇക്വലൻറ്റ്. ആ സാലറി സ്കെയിലിൻ്റെ ത്രഷോൾഡ് എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ടാവും. അത് നോക്കിയിട്ട് ആ സാലറി മേടിക്കുന്നവരാണ് നിങ്ങളുടെ നഴ്സ് ഇൻ ചാർജ് എങ്കിൽ, ഈ പറയുന്ന ബാക്കി ക്രൈറ്റീരിയാസ് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് നിങ്ങളെ സൂപ്പർവൈസ് ചെയ്ത ആളാണെങ്കിൽ അവർക്കത് ചെയ്യാം. ഓക്കെ, അതിന് നിങ്ങളുടെയൊക്കെ ക്വയറി ബാൻഡ് 6 എന്താണെന്ന് അറിയത്തില്ല എന്നുള്ളത്, ഇക്വലൻറ്റ് സാലറി ഓക്കെയാണ് കേട്ടോ. ഇനി റെസിഡൻഷ്യൽ ഹോമിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിടാം, CBT ചെയ്യാം, OSCE ചെയ്യാം. പക്ഷേ ബൈ ദ എൻഡ് സ്റ്റേജിലേക്ക് അവർക്ക് OET വേണം. ഓക്കെ, സോ എന്താണെങ്കിലും അവർക്ക് OET വേണം. OET ഒരു ലക്ക് ഫാക്ടറാണ് ഒരു പരിധി വരെ, അല്ലേ? അത് കിട്ടാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കുറേ പേരൊക്കെ നാട്ടിൽ നിന്ന് കെയർ വിസയിലൊക്കെ ഇവിടെ വന്നത്. സോ എൻ്റെ ഒരു സജഷനിൽ, നിങ്ങൾ ഈ കൺട്രിയിൽ ഇപ്പോൾ ഉണ്ട്, ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് പറയാനൊരു വിസയുണ്ട്, ഇവിടെ ആയിരിക്കുന്ന സമയത്ത് CBT OSCE എഴുതി വയ്ക്കുക. കാരണം നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഈ സാധനം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ പറ്റുന്ന ഒരവസ്ഥയുള്ളപ്പോൾ ഇത് ചെയ്ത് വെക്കുക. OET ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ 1 month OET ട്രെയിനിങ് ഉണ്ട്. അത് ഒന്ന് പഠിച്ചതിന് ശേഷം നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്. OET-ക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പേയ്മെൻറ്റ് കൊടുത്ത് പഠിക്കാൻ ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ആളല്ല. കാരണം ഞാൻ OET പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ വർഷക്കാലം. അപ്പോൾ അങ്ങനെ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് ക്ലബിംഗ് സ്കോർ എങ്കിലും കിട്ടും. അറ്റംപ്റ്റ് ചെയ്യാതെ, ട്രൈ ചെയ്യാതെ എനിക്ക് 1 or 2 വട്ടം എഴുതി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇത് കിട്ടാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ളതല്ലേ സത്യം. സോ ലെറ്റ്സ് ഓൾ ട്രൈ ടുഗെദർ ടു മേക്ക് ഇറ്റ് ഹാപ്പൻ. ഞാൻ ഒരു അഷ്വറൻസോടെ തരാം, ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് OET എഴുതി പാസ്സാവുന്നുണ്ട്. ഞാൻ ഇപ്പം റെസിഡൻഷ്യൽ ഹോമിലുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാം ഈ സൈഫി പാത്വേ വഴി പിന്നെടുക്കുന്നുണ്ട്. എനിക്ക് മാത്രം അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കൊന്നും വേണ്ട. മീൻ വൈൽ യു ട്രൈ ടു NHS-ലുള്ളവർക്കൊക്കെ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. സോ നിങ്ങൾക്ക് NHS-ലേക്കൊരു ഈ പറഞ്ഞ പോലെ ഒരു HC ആയിട്ടൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിന് പോസിബിലിറ്റി ഉണ്ട്. മീൻ വൈൽ യു ട്രൈ. പക്ഷേ എന്ന് കരുതി OET ഗിവ് അപ്പ് ചെയ്യണം എന്നല്ല. NMC രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ OET-യുടെ ആവശ്യമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തതിന് ശേഷം
OET-യിലേക്ക് പോവാം. അങ്ങനെ നിങ്ങൾ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായ എല്ലാ ഹെൽപ്പുകളും ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. NMC രജിസ്ട്രേഷൻ, 0 to PIN, CBT ട്രെയിനിങ്, OSCE ട്രെയിനിങ്, ഇതെല്ലാം നമ്മളുടെ ഏരിയ ആണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.